ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. ഇന്ന് നമ്മൾ വിയറ്റ്നാമിലെത്തിയിട്ട് 7ാമത്തെ ദിവസമാണ്, ലാസ്റ്റ് ഡേ എന്ന് കൂടെ പറയാം. നമ്മൾ ഹനോയിലാണ് താമസിക്കുന്നത്. രാവിലെ ഹനോയിലുള്ള ഇൻസെൻസ് വില്ലേജ്, മ്യൂസിയം, ടെമ്പിൾ ഇതൊക്കെ വിസിറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്നത് വിയറ്റ്നാമിലെ ഐക്കോണിക് ആയിട്ടുള്ള ട്രെയിൻ സ്ട്രീറ്റിലോട്ടാണ്. ഹോൾ വിയറ്റ്നാം ട്രിപ്പിൽ ഈ ഒരു ട്രെയിൻ സ്ട്രീറ്റ് വിസിറ്റ് ചെയ്യുവാനും അതിലൂടെ ട്രെയിൻ പാസ് ചെയ്യുന്നത് കാണുവാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി കാത്തിരിക്കുവാണ് ഞാൻ. അതുകൊണ്ട് ഇതൊരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ട്രെയിൻ സ്ട്രീറ്റിൽ ചുമ്മാ അങ്ങ് കയറിപ്പോയി ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റില്ല. ചെറിയൊരു സ്കാം ഇവിടെ നടക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. ട്രെയിൻ സ്ട്രീറ്റിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ കുറേ കഫേ എംപ്ലോയീസ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരിൽ ആരെങ്കിലും നമ്മളൊന്ന് ക്യാൻവാസ് ചെയ്ത് അവരുടെ കഫേയിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ കഫേയിൽ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ കോഫിയോ ഡ്രിങ്ക്സോ ഒക്കെ കഴിക്കാനാണെങ്കിൽ മാത്രമാണ് ഇവിടേക്ക് കടത്തി വിടുള്ളൂ. അങ്ങനെ ഒരു ലേഡി നമ്മളെ ചാക്കിലാക്കി ഈ ഒരു കഫേയുടെ മുന്നിൽ കൊണ്ടുവന്നു. പക്ഷെ നമ്മൾ പറഞ്ഞു ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, വേറെ കഫേ മതി എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മൾ അവരുടെ പിന്നാലെ തന്നെ വരുന്നില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും കഫേയിൽ കയറിയാലോ. നമ്മളുടെ അടുത്ത് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഈ ഒരു സ്ഥലം വലിയ കുഴപ്പമില്ല, നല്ല സെറ്റപ്പും ആംബിയൻസ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ കോക്കനട്ട് കോഫിയും സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അത് വരുന്നവരെ ഈ ട്രെയിൻ സ്ട്രീറ്റിൻ്റെ അറ്റം വരെ ഒന്ന് നടന്നിട്ട് വരാം. യൂഷ്വലി ഒരു പുതിയ ഇടത്തിലോട്ട് വരുമ്പോൾ ഐറ്റ്നറിക്ക് പുറമെ വേറെ എന്തെല്ലാം സ്ഥലങ്ങളാണ് കാണാനുള്ളതെന്നൊന്ന് റിസർച്ച് ചെയ്ത് വെക്കും. അങ്ങനെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ട്രെയിൻ സ്ട്രീറ്റ്. പക്ഷെ വരുന്നതിന് 2 ആഴ്ച മുന്നേ ഒരു ന്യൂസ് കേട്ടു, ഗവൺമെൻറ് ഇവിടേക്കുള്ള ടൂറിസ്റ്റിൻ്റെ എൻട്രി ബാൻ ചെയ്തിരിക്കുകയാണെന്ന്. അപ്പം നമ്മൾ ഫുള്ളി ഡിസപ്പോയിൻറ്റഡ് ആയി. പിന്നെ ഇവിടെയുള്ളൊരു ട്രാവൽ ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്തു, എന്താണ് സത്യമാണോ എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, രാത്രി 7 മണിക്ക് ശേഷം ഒരു ട്രെയിനും ഉണ്ട്, നിങ്ങൾ എന്തായാലും വന്ന് കാണണം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കോക്കനട്ട് കോഫിയും കുറച്ച് സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്ത് കഥയും പറഞ്ഞ് ട്രെയിൻ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു വെനസ്ഡേ ആണ്. 6 മണിക്ക് നമ്മളിവിടെ എത്തിയായിരുന്നു. ഇപ്പോൾ സമയം 7 മണിയായി. ട്രെയിൻ ഇതുവരെ വന്നിട്ടൊന്നുമില്ല. കട്ട വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ബോറടി ഒന്നുമില്ല. നല്ല ആംബിയൻസും സെറ്റപ്പൊക്കെയാണ്. എല്ലാവരും ഹാപ്പിലി ചില്ലിങ് ആണ്. അത് തന്നെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം. നമ്മൾ വന്നതിനേക്കാളും ഒരുപാട് ക്രൗഡഡായി ഈ ഒരു സ്ഥലം ഇപ്പോൾ. കാരണം ട്രെയിൻ വരാറായിട്ടുണ്ട്. കഫേയിലെ സ്റ്റാഫ്സ് വന്നിട്ട് നമ്മുടെ അടുത്ത് ചെയർസൊക്കെ ഒന്ന് പുറകിലോട്ട് ഇടാൻ പറഞ്ഞു. ഇവിടുത്തെ സ്റ്റാഫ്സ് തന്നെ എല്ലാം നല്ലോണം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ആക്സിഡൻറ്റ് പോലും ഉണ്ടായാലും ഗവൺമെൻറ് ഇവിടേക്കുള്ള എൻട്രി റെസ്ട്രിക്ട് ചെയ്യും. അത് ഇവരുടെ ഒരു ഏർണിങ്ങിനെ ബാധിക്കില്ല. അപ്പോൾ എല്ലാവരും അറ്റ്മോസ്റ്റ് കെയർ എടുത്തിട്ടാണ് ടൂറിസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് തന്നെ. ട്രെയിൻ സ്ട്രീറ്റിൽ നിന്നും എളുപ്പത്തിൽ ഒരു സോനിയർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അത്. ബോട്ടിൽ ക്യാപ്സ് നമ്മളിത് അങ്ങനെ റെയിൽ പാളത്തിൽ വെക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ട്രെയിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോട്ടിൽ ക്യാപ്സ് ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യും സോനിയറായിട്ട്. റെയിൽവേ സെക്യൂരിറ്റി ഗാർഡ് വന്ന് എല്ലാവരെയും സൈഡിലോട്ട് മാറ്റുന്നുണ്ട്. സോ ദ മോസ്റ്റ് അവൈറ്റഡ് മൊമെന്റ് ഈസ് ഹിയർ. ഇതാ നോക്ക്, എല്ലാവരും ആകാംക്ഷയോട് കൂടിയിട്ട് ഫോണും പിടിച്ച് ആ മൊമെന്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ നിൽക്കുവാണ്. യെസ്, ദ ട്രെയിൻ ഈസ് കമ്മിങ് സൗണ്ട് കേൾക്കുന്നുണ്ട്.
നോക്ക് നമ്മുടെ ട്രെയിൻ സ്ട്രീറ്റിന്റെ സുവനിയർ. നമ്മൾ 6 ബോട്ടിൽ ക്യാപ്സ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് 6 നമുക്ക് കിട്ടി. ചിലരെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, ഒരു ട്രെയിൻ പോകുന്നത് കാണുവാനാണോ ഇത്ര എക്സൈറ്റ്മെന്റ് എന്ന്. പക്ഷെ സത്യം പറയാലോ, ഈ ഒരു ആംബിയൻസും ലൈറ്റിങ്ങും പാട്ടും ബഹളവും അടുത്തു കൂടെ ട്രെയിൻ പോകുമ്പോഴത്തെ ആ ഒരു ഫീലിങ്ങും, യു മസ്റ്റ് ട്രൈ ദാറ്റ്. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ട്രെയിൻ സ്ട്രീറ്റിൽ വന്ന് ട്രെയിൻ പോകുന്നത് കാണണമെന്ന് മനസ്സുകൊണ്ട് നല്ലോണം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അത് നടന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. Take care and bye-bye.